ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ട് ടോപ്പിക്സാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫില്ല് റേഞ്ച് വിത്ത് സീരീസ് ഓഫ് നമ്പേഴ്സ്. അതായത് നിങ്ങൾ ഓട്ടോ ഫില്ല് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചില്ലേ, നമുക്ക് എക്സലിൽ മന്ത്സ് ഓട്ടോ ഫില്ല് ചെയ്യാം, അതേപോലെ തന്നെ ഇയർ ഓഫ് മന്ത്സും ചെയ്യാം, അതേപോലെ വീക്സ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ഓട്ടോ ഫില്ലിൻ്റെ പല ഓപ്ഷൻസൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫില്ലർ സെൽ റേഞ്ച് വിത്ത് സീരീസ് ഓഫ് നമ്പേഴ്സ്. അതായത് നമുക്ക് സെല്ലെന്ന് വെച്ചാൽ എന്താ, എക്സലിലെ സെല്ലെന്ന് വെച്ചാൽ ഇതാ ഇവിടെ കണ്ടോ, ഈ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് ഒരു സെല്ല്. അപ്പോൾ നമുക്ക് ഒരു സെൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് സെൽസ് വേണമെങ്കിലും അത് വരാം. ഇപ്പോൾ ഇത്രയും വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ സെൽസ് വരുന്നതിനാണ് സെൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കുറേ സെൽസിൽ സീരീസ് ഓഫ് നമ്പേഴ്സ്, അതായത് നമുക്ക് ഒരു ഓർഡറിലല്ലാതെ വേറെ കുറേ നമ്പേഴ്സ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സീരീസ് ഓഫ് നമ്പേഴ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ തന്നെ മിസ്സ് കാണിച്ചു തരാം. പ്ലീസ് ടേക്ക് പേജ് നമ്പർ 21. നിങ്ങൾക്ക് ആ ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സെല്ലിൽ 2 എന്നും താഴത്തെ സെല്ലിൽ 5 എന്നും കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് സീരീസ് ഓഫ് നമ്പേഴ്സ് എക്സലിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് 2 നമ്പേഴ്സ് സെല്ലിൽ കൊടുക്കണം. അത് 2 നമ്പേഴ്സ് സെല്ലിൽ കൊടുത്തതിന് ശേഷം ഈ 2 നമ്പറും സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് എത്ര സെൽസിലാണോ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറേ നമ്പേഴ്സ് ഫില്ലായി വരേണ്ടത് ആ റേഞ്ച് വരെ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ നമ്പേഴ്സ് അതിൽ പോപ്പുലേറ്റ് ചെയ്ത് വന്നത് കാണാൻ പറ്റും. ഈ നമ്പേഴ്സ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കൊടുത്തിരിക്കുന്ന 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് കാണും. അതായത് 2 നമ്പേഴ്സിനെ മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്ത് പോകുന്നത്. മിസ്സ് ഒന്നുകൂടെ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് മിസ്സ് ആ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ തന്നെ കാണിച്ചു തരാം. ഫസ്റ്റ് 2, 5 എന്ന 2 നമ്പേഴ്സ് മിസ്സ് ഇവിടെ കൊടുത്തു. എന്നിട്ട് ഈ 2 സെല്ല്, അതായത് ഈ 2 എന്ന് പറഞ്ഞ സെല്ലും 5 എന്ന് പറയുന്ന സെല്ലും നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒന്നിൽ മൗസ് യൂസ് ചെയ്ത് തന്നെ സെലക്ട് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് കീയും ആരോ കീയും പ്രസ് ചെയ്താൽ മതി. ഷിഫ്റ്റ് കീ പ്ലസ് ആരോ കീ, ഡൗൺ ആരോ കീ പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് താഴേക്ക് അത് സെലക്ട് ആയി കിട്ടും. നോക്കിക്കോ, ഈ 2 സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഷിഫ്റ്റ് കീയിൽ പ്രസ് ചെയ്തു, അതേപോലെ തന്നെ ഡൗൺ ആരോയിലും പ്രസ് ചെയ്തു. അപ്പോൾ എനിക്കിങ്ങനെ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് സൈൻ കാണാമല്ലോ. അതായത് ഇതാണ് ഫിൽ ഹാൻഡിൽ. മിസ് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫിൽ ഹാൻഡിൽ ഞാൻ പ്രസ് ചെയ്യുന്നു, എന്നിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കുറേ നമ്പേഴ്സ് ജനറേറ്റ് ചെയ്ത് വന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. കുറേ നമ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സ് എങ്ങനെയാണ് വന്നേ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. നമ്മൾ ഫസ്റ്റ് 2 and 5 മാത്രമാണ് നമ്മൾ കൊടുത്തത് അല്ലേ. 2ഉം 5 മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ 2 - 5 ആയിരിക്കും ആദ്യം ചെയ്യുന്നത്. 2 - 5 ആദ്യം ചെയ്യും. 2 - 5ൻ്റെ ആൻസർ എന്താ? 3 അല്ലേ. മൈനസൊക്കെ ഇഗ്നോർ ചെയ്ത് കളയും. അത് കഴിഞ്ഞ് നമ്മുടെ ഈ 3 വെച്ചിട്ട് അടുത്ത നമ്പർ, അതായത് 5നോട് കൂടി 3 ആഡ് ചെയ്യും. 5 പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? 5 + 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും അല്ലേ. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോകും. പിന്നെ 8ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ അടുത്ത കോളത്തിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, 11 + 3 അങ്ങനെ നമുക്ക് ബാക്കി എല്ലാ നമ്പേഴ്സും അങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന. മനസ്സിലായല്ലോ? ഫസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ 2 നമ്പർ കൊടുത്തതിൻ്റെ ഡിഫറൻസ് കാണും. ഡിഫറൻസ് കിട്ടിയ നമ്പർ ബാക്കി എല്ലാ നമ്പേഴ്സിനെയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഫുൾ സീരീസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് വെച്ചിട്ട് ആ ഡിഫറൻസ് ബാക്കിയുള്ള നമ്പറിനുമായിട്ട് ആഡ് ചെയ്ത്
നമുക്ക് എത്ര സെല്ലിലാണോ ഈ വാല്യൂസ് ജനറേറ്റ് ചെയ്യേണ്ടത് അത്രയും സെല്ലിൽ വാല്യൂസ് ഈ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഫില്ല് ചെയ്യും. ഓക്കെ, ഇപ്പം ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനിയിപ്പം നിങ്ങൾക്ക് ലാപ്ടോപ്പോ അതുപോലെ ചെയ്ത് നോക്കാൻ പറ്റിയ സാഹചര്യമുള്ള കുട്ടികളാണെങ്കിൽ അത് ചെയ്ത് നോക്കുക. അല്ലാത്തവർ ഇത് വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് ടെക്സ്റ്റും വായിക്കുക. ഓക്കെ, അതിൻ്റെ ഏത് ഓപ്ഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് ലാബ് അല്ലെങ്കിൽ സ്കൂളൊക്കെ തുറക്കാൻ നേരത്ത് നമുക്ക് ലാബിൽ ചെയ്ത് നോക്കാം. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് അടുത്തത് കസ്റ്റം ലിസ്റ്റ് ആണ് പഠിക്കുന്നത്. കസ്റ്റം ലിസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ഓട്ടോ ഫില്ലിൽ നമ്മൾ മൺഡേ ട്യൂസ്ഡേ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ നെക്സ്റ്റ് ഡേ നമുക്ക് ഫില്ലായി വന്നു. അത് നിങ്ങൾ കണ്ടതാണ് അല്ലേ? അപ്പോൾ ഇത് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ഈ മന്തും അതേപോലെ വീക്ക് ഡേയ്സും ഒക്കെ ഒരു ലിസ്റ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എക്സലിൽ. അപ്പോൾ ഈ എക്സലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാരണമാണ് നമ്മൾ ഈ എന്തെങ്കിലും ഒരു ഡേ എൻ്റർ ചെയ്ത് കൊടുക്കുകയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മന്തിൻ്റെ പേര് എൻ്റർ ചെയ്തിട്ട് കുറേ സെല്ലങ്ങ് സെലക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഡേ ഒക്കെ ഫില്ലായി വരുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിനെ പറയുന്ന പേരാണ് കസ്റ്റം ലിസ്റ്റ്. അതായത് കസ്റ്റം ലിസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഓട്ടോ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ 2 മാത്രമേ കണ്ടുള്ളൂ, അതായത് മന്ത് ഓഫ് ഇയറും പിന്നെന്താ വീക്ക് ഡേയ്സും അല്ലേ. ഇനി നമുക്ക് ഇതേപോലെ ലിസ്റ്റ് നമുക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതായത് കസ്റ്റം ലിസ്റ്റിൽ നമുക്ക് തന്നെ വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് എക്സലിൽ അത് യൂസ് ചെയ്യുകയും ചെയ്യാം. അതിന് 2 രീതികളുണ്ട്. ഒന്ന് ഇമ്പോർട്ട് ദ ലിസ്റ്റ് ഐറ്റം, മറ്റേത് ബൈ ടൈപ്പിംഗ് ദ ലിസ്റ്റ് ഇൻ കസ്റ്റം ലിസ്റ്റ് ഡയലോഗ് ബോക്സ്. ഓക്കെ, ഈ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് കാണിച്ചു തരാവേ. ഇപ്പോൾ എനിക്ക് നമ്മുടെ സബ്ജക്ട്സിൻ്റെ പേര് ഓട്ടോമാറ്റിക്കലി ഫില്ലായി വരണം. അതായത് മന്തും മന്തിൻ്റെ വീക്ക് ഡേയ്സ് ഒക്കെ കാണിച്ച പോലെ തന്നെ എനിക്ക് സബ്ജക്ട്സും ഓട്ടോമാറ്റിക്കലി ഫില്ലായി വരണം. അതെങ്ങനെയാണ് കാണിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ സബ്ജക്ട്സിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോവാണേ. ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ. അപ്പോൾ ഇത്രയും സബ്ജക്ട്സിൻ്റെ പേര് ഞാൻ മലയാളം, ഇത്രയും സബ്ജക്ട്സിൻ്റെ പേര് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി എനിക്കിതിൻ്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ ദാറ്റ് ഐ ക്യാൻ യൂസ് ഇറ്റ് ലേറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഈ ലിസ്റ്റ് എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടി നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫയൽ, അതായത് ഈ ഓഫീസ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ എക്സൽ ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പം നമ്മളിപ്പം നമ്മുടേതായ കസ്റ്റം ലിസ്റ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി നിങ്ങൾ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എക്സൽ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് കസ്റ്റം ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ഒരു ബട്ടൺ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എഡിറ്റ് കസ്റ്റം ലിസ്റ്റ്, അതായത് ഇനി ഈ സബ്ജക്ട്സിൻ്റെ പേര് നമ്മളൊരു കസ്റ്റം ലിസ്റ്റ് ആക്കാൻ പോവാം. അതിനു വേണ്ടി നിങ്ങൾ ഈ എഡിറ്റ് കസ്റ്റം ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, സൺഡേ, ജനുവരി, ഫെബ്രുവരി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത് എക്സലിൽ ഓൾറെഡി അവർ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എക്സൽ യൂസ് ചെയ്തപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഫില്ലായി വന്നത്. അപ്പോൾ ഇനി നമുക്ക് സബ്ജക്ട്സ് അങ്ങനെ ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഇവിടെ നമ്മൾ ഇമ്പോർട്ട് കൊടുക്കണം. അതിന് മുമ്പ് നിങ്ങൾ ഈ സെല്ലൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളല്ലേ നമുക്ക് ഇത് നമുക്ക് സെല്ല് ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടത്, അതായത് ലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് എക്സൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് കസ്റ്റം ലിസ്റ്റിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക്
ഇവിടെ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇമ്പോർട്ട് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടോ ലിസ്റ്റ് എൻട്രീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ആ എക്സലിൽ കൊടുത്തിരിക്കുന്ന ആ വാല്യൂസ് എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ലിസ്റ്റ് എൻട്രിയിൽ ആഡായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ കസ്റ്റം ലിസ്റ്റിലേക്ക് ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പോവാം. ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എവിടെ വന്നോളും? ഓട്ടോമാറ്റിക്കലി വന്നോളും. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് വർക്കാവുന്നുണ്ടോ ഇല്ലെങ്കിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ ഫസ്റ്റ് ഇംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഞാനിവിടെ ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കണം? ഞാൻ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ ആ ലിസ്റ്റ് എനിക്ക് ജനറേറ്റ് ആയി കിട്ടണം അല്ലേ? നോക്കിക്കേ, വരുന്നുണ്ടോ? കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ ജനറേറ്റ് ചെയ്ത ലിസ്റ്റ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഇനി നമുക്ക് ഏത് ഓർഡറിൽ കൊടുത്താലും എനിക്കതിൻ്റെ നെക്സ്റ്റ് സബ്ജക്ട്സ് ഒക്കെ കിട്ടണം. കണ്ടോ? ഇപ്പം എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റം ലിസ്റ്റ് ഇവിടെ റെഡിയായി കേട്ടോ. ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് കസ്റ്റം ലിസ്റ്റ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. കസ്റ്റം ലിസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഇതേപോലെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫില്ല് ചെയ്യിക്കാൻ പറ്റും. അതാണ് നമ്മളിപ്പം പഠിച്ചത്. അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യുക? ഹോം ടാബിൽ ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്യുക. ഇത് ഫസ്റ്റ് മെത്തേഡാണ്. കസ്റ്റം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് നമ്മൾ ആദ്യം ഈ സെൽസിൽ വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എക്സൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കസ്റ്റം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കിട്ടും. അതിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആഡ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ആ ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അവിടെ കസ്റ്റം ലിസ്റ്റിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വന്നു കഴിയും. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ എന്താ? ടൈപ്പ് ചെയ്യുക അല്ലേ? ബൈ ടൈപ്പിംഗ് ദ ലിസ്റ്റ് ഇൻ കസ്റ്റം ഡയലോഗ് ബോക്സ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഹോം ബട്ടണിൽ പോവുക, എക്സൽ ഓപ്ഷനിൽ പോവുക. ഇവിടെ എഡിറ്റ് കസ്റ്റം ലിസ്റ്റ് ചൂസ് ചെയ്യുക. ഇനി ഈ ലിസ്റ്റ് എൻട്രീസിൽ നമ്മളിനി വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങളായിരിക്കണം എനിക്ക് ഇനി കസ്റ്റം ലിസ്റ്റിലേക്ക് വരേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ളത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇമ്പോർട്ടിംഗ് ലിസ്റ്റ് ഐറ്റം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ബൈ ടൈപ്പിംഗ് ദ ലിസ്റ്റ് ഇൻ കസ്റ്റം ലിസ്റ്റ് ഡയലോഗ് ബോക്സ്. അതിന് വേണ്ടി ഫസ്റ്റ് നിങ്ങൾ ഹോം ഓപ്ഷനിൽ പോവുക, എക്സൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എഡിറ്റ് കസ്റ്റം ലിസ്റ്റ് കാണാൻ പറ്റും, അതും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ലിസ്റ്റ് എൻട്രീസിൽ ടൈപ്പ് ചെയ്യുക. എന്താണോ പുതിയതായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. സ്പ്രിംഗ്. ഇനി ഞാൻ നമ്മുടെ ഓരോ സീസൺസ്, ഓക്കെ, അതാണ് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. സമ്മർ, മൺസൂൺ, ഓട്ടം, വിൻ്റർ. അപ്പം ഞാൻ ഈ സീസൺസിൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ആണ് ഒരു കസ്റ്റം ലിസ്റ്റ് ജനറേറ്റ് ചെയ്യേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇത്രയും ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞല്ലേ, ഇനി ഇത് എനിക്ക് കസ്റ്റം ലിസ്റ്റിലേക്ക്, അതായത് ഇങ്ങോട്ട് വരാൻ വേണ്ടി ആഡ് ചെയ്താൽ മാത്രം മതി. ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കണ്ടോ, നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? സ്പ്രിങ്, സമ്മർ, മൺസൂൺ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിലാണ് നമ്മൾ
കസ്റ്റം ലിസ്റ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്പ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചത്, നേരത്തെ ഇമ്പോർട്ട് ചെയ്യുന്ന രീതിയും. ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം, ഇവിടെ നമുക്ക് അങ്ങനെ സീസൺസ് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ വിൻ്റർ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പം നമ്മൾ കൊടുത്തത് ഇങ്ങനെ വന്ന് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കസ്റ്റം ലിസ്റ്റ് റെഡിയാക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് ഡൗട്ടൊന്നും ചോദിക്കണം കേട്ടോ. എന്നാലേ മിസ്സിന് മനസ്സിലാവത്തുള്ളൂ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ സംശയങ്ങളില്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു.